അവൾ അവിടെ എന്ത് ചെയ്യാണെന്ന് അറിയണമല്ലോ. തന്നെയല്ല, കൂടെ കൂടെ ചെക്കിങ്ങിന് ചെല്ലുന്നുണ്ടെന്ന് ബോധ്യമായ എന്റെ കണ്ണ് വെട്ടിക്കാൻ അവൾക്ക് ധൈര്യം വരില്ല. ഇന്നു മുതൽ അവൾ ഇവിടെ കിടന്ന് അനുഭവിക്കാൻ പോവല്ലേ. എന്റെ മകനെ വെച്ച് അവളെ ധിക്കാരം കാണിച്ചതിന് ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. 41 ദിവസം കഴിയുന്നതിന് മുൻപ് ഇവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ഇതാരാ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത്? ഇനി അവളാണോ? അവളെങ്ങനെ നാമം ചൊല്ലും? ഓമയല്ലേ? ഇനി വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇനി മൊബൈലിൽ നാമജപം ഇട്ടിരിക്കുകയാണോ? ഇവിടെ നീയല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഇവിടെ ആരാ നാമം ചൊല്ലിയത്? നിന്റെ മൊബൈൽ എവിടെ? ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ കേട്ടത് ലളിതാ സഹസ്രനാമം ആയിരുന്നല്ലോ. അപ്പോ സത്യം പറ, നിനക്ക് സംസാരിക്കാൻ പറ്റില്ലേ? സന്ദീപ് ഇങ്ങോട്ട് വരികയൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം, അല്ലാതെ 2 ദിവസം കഴിഞ്ഞ് അവനെ കാണാനുള്ള പൂതിയില് അബദ്ധങ്ങളൊന്നും ചെയ്തേക്കരുത്. നീയേ ആ ഗഗനെ കല്യാണം കഴിക്കാനിരുന്നല്ലേ, പിന്നെന്താ അത് വേണ്ടാന്ന് വെച്ച് എന്റെ മോന്റെ തലയിൽ ചുറ്റിയത്? നീ സന്ദീപിന്റെ കൂടെ ചാടി പോന്നതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും ആ ഗഗൻ നല്ല സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലേ? എടുത്തു വളർത്തിയതിന്റെ നന്ദി നീ അവരോട് അങ്ങനെയെങ്കിലും കാണിച്ചല്ലോ. ത്രിസന്ധ്യയ്ക്ക് നിന്റെ പൂങ്കണ്ണീര് പൊഴിക്കാതെ ഇവിടെ ഇരുന്ന് നാമം ജപിക്ക. അതിന്റെ പുണ്യമെങ്കിലും കിട്ടട്ടെ.